അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ പി ഓർഡർ വരുന്ന പി സ്ക്വയർ ഓർഡർ, പി ക്യൂബ്, അങ്ങനെ പ്രൈം പവർ ഓർഡർ വരുന്ന അബീലിയൻ ഗ്രൂപ്പുകൾ നമ്മൾ എങ്ങനെയാണ് ഡയറക്റ്റ് സം ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത് പി റേസ് ടു സംതിങ് ഒരു പവർ വരുമല്ലോ, ആ പവറിൻ്റെ പാർട്ടീഷൻ പി റേസ് ടു കെ ആണെങ്കിൽ കെയുടെ പാർട്ടീഷൻസ് എഴുതുന്നു. ആ ഓരോ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഡയറക്റ്റ് സം കിട്ടും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നത് now that we know how to construct all the abelian groups of prime power order. അപ്പോൾ പ്രൈം പവർ ഓർഡർ വരുന്ന അബീലിയൻ ഗ്രൂപ്പുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ വി മൂവ് ടു ദ പ്രോബ്ലം ഓഫ് കൺസ്ട്രക്റ്റിംഗ് ഓൾ അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് എ സർട്ടൻ ഓർഡർ എൻ. അപ്പോൾ ഇനി പ്രൈം പവർ അല്ലാതെ ഏതൊരു ഓർഡർ എൻ വന്നു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഇതേപോലെ നമുക്കതിനെ ഫോം ചെയ്യാൻ, അതിൻ്റെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കുന്നതാണ് അടുത്ത സെക്ഷൻ. വി ബിഗിൻ ബൈ റൈറ്റിംഗ് എൻ ഇൻ പ്രൈം പവർ ഡീകമ്പോസിഷൻ ഫോം. എൻ ഇസ് ഈക്വൽ ടു P1 റേസ് ടു N1, P2 റേസ് ടു N2, എക്സെട്ര Pk റേസ് ടു Nk. നെക്സ്റ്റ് അപ്പം നമ്മൾ അതിന് നമുക്ക് പ്രൈം പവറിൻ്റെ അറിയാം. അപ്പം നമ്മൾ ഈ എന്നിനെ ആദ്യം പ്രൈം പവറായിട്ട് ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. നെക്സ്റ്റ് വി ഇൻഡിവിജ്വലി ഫോം all abelian groups of order P1 raised to N1, then P2 raised to N2 and so on. അടുത്ത ഇനി നമ്മൾ ഈ ഓരോ P1 raised to N1, P2 raised to N2, എക്സെട്ര Pk raised to Nk ഓർഡർ വരുന്ന ഓരോരോ അബീലിയൻ ഗ്രൂപ്പുകൾ ഫോം ചെയ്യണം. ഓക്കെ, അപ്പം അത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഫൈനലി വി ഫോം ഓൾ പോസിബിൾ എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്ട്സ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ്. അപ്പം ഓരോ P1 raised to N1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കുറേ എണ്ണം കിട്ടും. അത് നേരത്തെ പഠിച്ച് വെച്ചിട്ട് കിട്ടും. എന്നിട്ട് ഇതെല്ലാം പല രീതിയിൽ ഡയറക്റ്റ് സം ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത്, അതായത് എന്നിൻ്റെ എൻ ഓർഡർ വരുന്ന ഗ്രൂപ്പിൻ്റെ പല പല ഫോംസ് നമുക്ക് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ് n is equal to 1176 equal to 2 cube into 3 into 7 square. Then the complete list of the distinct isomorphs and classes of abelian groups of order 1176 ഈസ്. അപ്പം അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 7 സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ 2 ക്യൂബ് 8 ആണ്. അപ്പം Z8 ഡയറക്റ്റ് സം, Z3 ഡയറക്റ്റ് സം, Z47 കിട്ടും. ഇനി അടുത്തത് ഇനി നമുക്ക് Z8, അത് 2 ക്യൂബിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് Z4 ഡയറക്റ്റ് സം, Z2, പിന്നെ Z3 എല്ലായിടത്തും അതേപോലെ തന്നെ നിൽക്കും. അതേപോലെ 7 സ്ക്വയറിന് ആകെ ഒരെണ്ണം അല്ല, രണ്ടെണ്ണം ഉണ്ട്. Z49 ഉണ്ട്, Z7 ഡയറക്റ്റ് സം, Z7 ഉണ്ട്. അപ്പോൾ അത് പല രീതിയിൽ ഫോം ചെയ്തിരിക്കുന്ന കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതിയിരിക്കുന്നതാണ് അതെല്ലാം. അപ്പം ഇതേപോലെ ഏത് നമ്പർ കിട്ടിയാലും നമുക്ക് ഇത് കിട്ടും. ഇഫ് യു ആർ ഗിവൺ എനി പർട്ടിക്കുലർ അബീലിയൻ ഗ്രൂപ്പ് G ഓഫ് ഓർഡർ 1176, ദ ക്വസ്റ്റ്യൻ വി വാണ്ട് ടു ആൻസർ അബൌട്ട് G ഈസ് വിച്ച് ഓഫ് ദി preceding 6 isomorphs and classes represent the structure of G. അപ്പോൾ നമുക്കൊരു G ഉണ്ട്, ആ Gയുടെ ഓർഡർ 1176 ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന തൊട്ട് മുമ്പ് കാണിച്ചിരിക്കുന്ന അത്രയും ഗ്രൂപ്പുകളുടെ ഓർഡർ 1176 ആണ്. അപ്പോൾ നമ്മുടെ G ഇതിലേതാണ് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്നാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻസിൻ്റെ ഓർഡർ കണ്ടുപിടിച്ചിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കുന്നതാണ് ഒരു മാർഗം. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ ഐസോമോർസം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആണെങ്കിൽ അതിലെ എലമെൻസിൻ്റെ ഓർഡർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഡറുള്ള എത്ര എലമെൻസ് ഉണ്ട് എന്നുള്ളത് സെയിം ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ വി വുഡ് ഡിറ്റർമിൻ വെദർ G ഹാസ് എനി എലമെൻറ്റ് ഓഫ് ഓർഡർ 8. ഇഫ് സോ ദെൻ G മസ്റ്റ് ബി ഐസോമോർ. അപ്പോൾ നമുക്ക് കിട്ടുകയാണ് നമ്മുടെ Gക്ക് 8 എന്ന് പറയുന്ന ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് കിട്ടുകയെന്ന് വിചാരിക്കുക. അപ്പോൾ G എന്ന് പറയുന്നത് ഇതിനകത്തിൽ രണ്ടെണ്ണത്തിനോട് ഐസോമോർഫിക് ആവാൻ സാധ്യതയുള്ളൂ. ഒന്നാമത്തേതിനകത്തിലും പിന്നെ നാലാമത്തേതിലും മാത്രമേ 8 ഓർഡറുള്ള എലമെൻറ്റ് വരുള്ളൂ. ഒന്നാമത്തേതിനകത്തിൽ അതെങ്ങനെയായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ഓർഡർ വരുന്ന Z8-നകത്ത് 8 ഓർഡർ വരുന്ന ആളിനെ എടുക്കുക. അത് നമുക്ക് 1 ആണല്ലോ, 1 ഉണ്ടല്ലോ, 1 എടുക്കുന്നു. 1, അടുത്തത് Z3-നകത്ത് ഞാനങ്ങ് 0 എടുക്കുന്നു. പിന്നെ Z14-നകത്ത് നിന്ന് 0 എടുക്കുന്നു. അപ്പോൾ 1, 0, 0 എന്ന് പറയും.
പറയുന്ന ഈ എലമെൻറ്റിൻ്റെ ഓർഡർ ഈ ഗ്രൂപ്പിൽ 8 ആയിരിക്കും. അതേപോലെ തന്നെ ആ ഫോർത്ത് ഗ്രൂപ്പ് ഉണ്ടല്ലോ, Z8 ഡയറക്സം, Z3 ഡയറക്സം, Z7 ഡയറക്സം, Z7, അതിനകത്തിൽ നമുക്ക് 1,0,0,0 അതിൻ്റെ ഓർഡർ നമുക്ക് 8 ആയിരിക്കും കിട്ടുക. അപ്പം 8 ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഇതിലേതെങ്കിലും ഒരെണ്ണമായിട്ടായിരിക്കും ഐസോമോർഫിക് ആവുമെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ടു നാരോ G down to a single choice, we now need to check whether or not G has an element. ഇപ്പോൾ ഇനി നമുക്ക് കറക്റ്റ് G ഏതാണെന്നൊന്നുകൂടെ അറിയണമെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യുകയാണ്. 49 ഓർഡറുള്ള ഒരു എലമെൻറ്റ് ജിയിലുണ്ടോ? അപ്പം 49 ഓർഡറുള്ള എലമെൻറ്റ് വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാണ്? സിൻസ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് എബോവ് ഹാസ് സച്ച് ആൻ എലമെൻറ്റ്. അപ്പം 1ഉം 4ഉം കൂടെ നോക്കുമ്പോൾ അതിനകത്ത് ഒന്നാമത്തതിനകത്ത് മാത്രമാണ് 49 ഓർഡറുള്ള എലമെൻ്റ് ഉള്ളത്. അപ്പോൾ 8 ഓർഡറുള്ളതും ഉണ്ട്, 49 ഓർഡർ ഉള്ളതും ഉണ്ടെങ്കിൽ അത് ഒന്നാമത്തായിരിക്കും. അപ്പോൾ ഈ 49 ഓർഡർ ഉള്ളത് എങ്ങനെയാണെന്നറിയോ എടുക്കുക? Z49-നകത്ത് 1ൻ്റെ ഓർഡർ എത്രയാണ്? 49 ആണ്. അതേപോലെ അപ്പം Z8 ഞാൻ 0 കൊടുക്കുന്നു, Z3 0 കൊടുക്കുന്നു, Z49-നകത്തുനിന്ന് ഞാൻ 0 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ എലമെൻറ്റ് 0, 0, 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ നമുക്ക് 49 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഇഫ് വി ഹാവ് സം സ്പെസിഫിക് അബീലിയൻ ഗ്രൂപ്പ് G of order P1 raised to n1 into P2 raised to n2 into etc. Pk raised to nk where the P's are distinct primes. How can G be expressed as an internal direct product of cyclic groups of prime power order? For simplicity, let us say that the group has 2 raised to n elements. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാവേ.